രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. CNG കിലോയ്ക്ക് ₹1 വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിലെ വില 80.09 ഗാസിയാബാദിൽ 88.70 വില ഉയർന്നു. വില കൂട്ടിയത് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ തവണയാണ് എന്നുള്ളതാണ്. ഈ ഇന്ധനവില വർദ്ധിപ്പിക്കുമ്പോൾ കേവലം ഇന്ധനങ്ങൾക്ക് മാത്രമല്ല അത് വർദ്ധിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട സകലമാന കമ്മോഡിറ്റികൾക്കും അത് മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇന്ധനവില വർധനമുണ്ടാകുന്നു എന്നുള്ളതാണ്. റഷീദ് ബിൻ മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. യെസ് റഷീദ്, ഇതിപ്പോൾ രണ്ടാം തവണയാണ് ഒരാഴ്ചക്കിടെ ഈ വില വർധനവ് എന്നതാണ്. കഴിഞ്ഞ ദിവസം പെട്രോൾ ഡീസലിനൊക്കെ വില വർദ്ധിച്ചിരുന്നു. വീണ്ടും ഇന്ധനവില ഉയരുമെന്ന സൂചനകൾ തന്നെയാണോ പുറത്തുവരുന്നത്? ദിവ്യ, പശ്ചിമേഷ്യൻ സംഘർഷം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് രാജ്യത്ത് കൂടുതൽ തിരിച്ചടിയാകുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം കടന്നിരിക്കുന്നത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇപ്പോൾ ഇന്ധനത്തിന് വില കൂട്ടിയിരിക്കുന്നത്. CNGക്ക് കിലോക്ക് ₹1 ഇന്ന് രാവിലെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഡൽഹിയിലെ CNG കിലോക്ക് 80.09 ആയി ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം നോയിഡ ഗാസിയാബാദിൽ 88.70 ആയും ഉയർന്നിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ഇന്ധനത്തിന് വില വർദ്ധിക്കുമെന്നുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്. 15-ാം തീയതിയായിരുന്നു CNGക്ക് ₹2 കിലോക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ₹1 കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയെയും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നത് CNG വാഹനത്തെയാണ്. ടാക്സികളും അതോടൊപ്പം ഓട്ടോറിക്ഷകൾ അടക്കമുള്ള വാഹനങ്ങൾ CNG ഇന്ധനത്തിലാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഇത്തരം ആളുകൾക്കും ഡ്രൈവർമാർക്കും ഒക്കെ തന്നെയും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ വിലക്കയറ്റം വന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ഇന്ധനത്തിന് വില വർദ്ധിപ്പിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്.